നമസ്കാരം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന അവകാശവാദത്തിനു പിന്നിൽ വലിയ വാണിജ്യ താൽപര്യങ്ങളും കോടികളുടെ സാമ്പത്തിക അജണ്ടകളുമായിരുന്നുവെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്ത്. മെസ്സി ശരിക്കും കേരളത്തിലെത്തിയിരുന്നുവെങ്കിൽ ചില സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അത് വലിയ ലോട്ടറിയായി മാറുമായിരുന്നുവെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെയും പദവിയെയും ഉപയോഗിച്ച് സ്വന്തം വാണിജ്യ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ഇവിടെ ശ്രമം നടന്നത്. സംഭവത്തിൽ സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അന്നത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വിരട്ടുന്ന സ്ഥിതിയുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2024 ഡിസംബർ 31 കമ്പനി സർക്കാരിന് നൽകിയ കത്ത് ഇതിന് വ്യക്തമായ തെളിവാണ്. ഒരു സ്വകാര്യ കമ്പനി ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും സർക്കാർ ഉത്തരവുകളിൽ തിരുത്തലുകൾ ആവശ്യപ്പെടുകയും ചെയ്തത് തികച്ചും അസാധാരണവും ഗുരുതരവുമായ നടപടിയാണ്. 2024 ഡിസംബർ 24 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആദ്യ ഉത്തരവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകളെക്കുറിച്ചും RBCയുടെ സ്പോൺസർഷിപ്പിനെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. എന്നാൽ ചർച്ചകളിലെ കൃത്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഈ ഉത്തരവിൽ വ്യക്തമല്ലെന്ന് കാണിച്ച് സ്പോൺസറിംഗ് കമ്പനി രംഗത്ത് വന്നു. തങ്ങൾക്ക് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ട് കമ്പനി സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഒരു സ്വകാര്യ വാണിജ്യ സ്പോൺസറും വിദേശ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ എല്ലാ വ്യവസ്ഥകളും സർക്കാർ ഉത്തരവിൽ കൃത്യമായി ഉൾപ്പെടുത്തണമെന്ന് കമ്പനി വാശി പിടിച്ചതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മുദ്ര ഉപയോഗിച്ച് സ്വന്തം വാണിജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ അടിവരയിടുന്നു. കമ്പനിയുടെ വിരട്ടലിന് വഴങ്ങി സർക്കാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉത്തരവ് തിരുത്തി നൽകിയെന്നതും ഞെട്ടിക്കുന്ന വിവരമാണ്. 2024 ഡിസംബർ 24 ഉത്തരവ് പ്രകാരം RBC എന്ന കമ്പനിക്ക് ഒരു സ്പോൺസർ എന്ന നിലയിൽ മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ 2025 ജനുവരി 7 ഇറക്കിയ പുതിയ സർക്കാർ ഉത്തരവിൽ RBCക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയതായി തിരുത്തി രേഖപ്പെടുത്തി. 2024 ഡിസംബർ 27 സംസ്ഥാന സർക്കാർ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് അയച്ച ഔദ്യോഗിക കത്തിലും മെസ്സിയും സംഘവും കേരളത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം AFA സ്വീകരിച്ചുവെന്നും ഇരുപക്ഷവും പൊതുധാരണയിലെത്തിയെന്നും 2025 സെപ്റ്റംബർ 6 13 ഇടയിലുള്ള തീയതികളിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നായിരുന്നു കത്തിലെ വാഗ്ദാനം. എന്നാൽ കേന്ദ്രത്തിന് കത്തയക്കുന്ന സമയത്ത് AFAയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഉറപ്പോ ലയണൽ മെസ്സി കളിക്കുമെന്ന കരാറോ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി പത്രമോ കളിക്കാരെ വിട്ടുനൽകുന്നത് സംബന്ധിച്ച സ്ഥിരീകരണമോ ഉണ്ടായിരുന്നില്ല. യാതൊരുവിധ ഔദ്യോഗിക ഉറപ്പുകളുമില്ലാതെ ഒരു സ്വകാര്യ കമ്പനിയുടെ വാഗ്ദാനങ്ങൾ മാത്രം വിശ്വസിച്ചാണ് സർക്കാർ കേന്ദ്ര മന്ത്രാലയത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചത്.